ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോപ്പർ വയർ വെച്ചിട്ട് ഈസി ആയിട്ടൊരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് കോപ്പർ വയറും അതുപോലെ തന്നെ നമുക്ക് ഹുക്ക്, അതായത് കമ്മലിൻ്റെ ഹുക്ക് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് സ്റ്റഡിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗയർ വയർ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ ഒരു റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഞാനൊരു ചെറിയ കണ്ടെയ്നറാണ് എടുത്തത്. ഏകദേശം 1 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഒരു 10-12 പ്രാവശ്യം നമുക്കിങ്ങനെ ടേൺസ് കൊടുത്തുകൊണ്ട് കേട്ടോ. ഒരു 10 to 12, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇതിൽ ഏകദേശം ഒരു 12 ടേൺസ് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു എൻഡ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി 2 ചുറ്റിൽ നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഒരു 2 ചുറ്റിൽ കൊടുത്താൽ മതി, ഓവർ ചുറ്റി കൊടുക്കരുത് കേട്ടോ. 2 ചുറ്റിൽ മതിയാവും. എന്താ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാനിതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. നിവർത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കട്ടെ. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും. ഒന്ന് തിരിച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇല്ലേതാ, ഒന്ന് മെല്ലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഹുക്ക് കൊടുത്തിട്ട് ഇയറിങ്സ് ആക്കാം കേട്ടോ. നമ്മൾ സ്റ്റഡ് കൊടുക്കുന്ന സമയത്ത് ചെറിയത് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഏകദേശം ഒരു പെന്നൊക്കെ വെച്ചിട്ട് ഈ ഒരു റൗണ്ട്സ് ചെയ്താൽ മതി. ഇപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പ്ലെയർ വെച്ചിട്ട് അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റൽസിൻ്റെ പാറ്റേൺ കൊടുക്കട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലോറലാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി ഇതിൽ നമുക്ക് ഹുക്ക് കൊളുത്തി കൊടുക്കാം. അതിന് ഞാൻ ജം റിങ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പകരം ഈ ഒരു ഹുക്കിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു കോർണേഴ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹുക്ക് കൊടുക്കട്ടോ. ഞാനത് 2 പെറ്റൽസ് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഭാഗമല്ലേ, അവിടേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കട്ടിങ് സ്പ്രിങ്ങും അല്ലെങ്കിൽ ഈ ജം റിങ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവും, അതൊന്നും കൂടെ കാണും. അതിനെക്കാട്ടും ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക. അതിൻ്റെ ഇടയിൽ മുത്ത് വെച്ചിട്ട് മുത്തൊട്ടിച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി കമ്മൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടത് കാണാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് എന്നിട്ട് കട്ട് ബീഡോ അല്ലെങ്കിൽ ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുക, സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഹുക്കിൽ, നമ്മുടെ കമ്മലിൻ്റെ ഹുക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ മുമ്പ് ചെയ്തൊന്നാണ്. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു കട്ട് ബീഡും അതിൻ്റെ ആ ഹുക്കിൻ്റെ ആ ഒരു ഇതിൽ ഒരു സാധാ ബീഡ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് ഞാൻ നമ്മളെ സാധാ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ.